ഷാഫി പറമ്പിൽ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിൽ നടത്തിയ സംസാരമാണ്. ഒരൊറ്റ സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. എണ്ണിത്തുടങ്ങി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ 100-ലേക്ക് UDFന്റെ സീറ്റ് നില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറ്റ്യാടി കൂടി ഉണ്ടാകും. ഷാഫി കുറ്റ്യാടിയിൽ പറഞ്ഞ കാര്യ. അവിടെയാണ് നിങ്ങൾ തലക്കെട്ടുകൾ കണ്ടത്, ചില വാർത്തകൾ കണ്ടത്. ഷാഫി പറമ്പിലിന് നീരസം. ഷാഫി പറമ്പിലിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ അവസരം നൽകാത്തതിനാണ് നീരസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ കുറ്റ്യാടിയിൽ എന്താ സംഭവിച്ചത്? കുറ്റ്യാടിയിൽ ഈ പുതുയുഗ യാത്ര, വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്ര, അത് കുറ്റ്യാടിയിൽ വന്നെത്തിയപ്പോൾ 10 മണിക്ക് എത്തേണ്ട ജാഥ എത്തിയത് 11:30 മണിക്കാണ്. എന്താണ് പ്രശ്നം? അതുകൊണ്ട് അത് അവിടെ അവസാനിക്കുന്ന ജാഥയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയല്ല. കുറ്റ്യാടിയിലെ ജാഥ കഴിഞ്ഞിട്ട് വടകരയിൽ ജാഥ, അവിടെ സ്വീകരണ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്, അവിടെ ജനം തിങ്ങി നിറഞ്ഞിട്ടുണ്ട്, സദസ്സും വേദിയും ഒക്കെ തയ്യാറായി കാത്തിരിക്കുക. അപ്പോൾ ഈ സമയം ലേറ്റായ കാരണം ഷാഫി പറഞ്ഞു, ഷാഫി കാസർഗോഡ് നിന്ന് തുടങ്ങി ഇങ്ങെത്തുന്നത് വരെ എല്ലാ വേദികളിലും ഒരു താരം ഷാഫിയാണ്. അപ്പോൾ ഷാഫി പറഞ്ഞു, ഞാനിവിടെ സംസാരിക്കുന്നില്ല. കാരണം എന്താ, വടകരക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് പറയാനുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേദിയിലുള്ള നേതാക്കന്മാർക്കും സദസ്സിലുള്ള പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരേ വാശി, ഷാഫി സംസാരിക്കണം. ഷാഫിക്ക് വേണ്ടി സദസ്സിൽ നിന്ന് മുറവിളികൾ ഉയർന്നു. അപ്പോൾ പ്രമോദേട്ടൻ, കക്കട്ടിൽ പ്രമോദേട്ടൻ എന്ത് പറഞ്ഞു? ഷാഫി സംസാരിക്കണം. ഷാഫിയെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ഷാഫി പറഞ്ഞു, ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല, സമയം പോയി. അത് പറ്റില്ല, സംസാരിക്കണം. അത് കണ്ടപ്പോഴേക്കും തലക്കെട്ടുകൾ എവിടെ, മാധ്യമങ്ങളിൽ മാപ്രകൾ തലക്കെട്ടുകൾ കൊടുത്തു. ഷാഫിക്ക് നീരസം. എന്താണ് നീരസം ഷാഫിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭാഗത്ത് ഗോവിന്ദൻ ഒരു ജാഥ നടത്തുന്നുണ്ട്, അതിൽ ആളില്ലായിട്ട് ഈ പണ്ട് ബംഗാളിലെ പാർട്ടി സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയവർ പൊറോട്ട അടിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് 500 പോക്കറ്റിൽ തിരികിയിട്ട് ഇൻഗുലാബ് സിന്ദാബ വിളിക്കാൻ പറഞ്ഞു. അതേ അവസ്ഥയിൽ ഗോവിന്ദൻ ഒരു ജാഥ നടത്തുമ്പോൾ പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ആരംഭിച്ച് ഇത്രയും ദിവസം പിന്നിട്ട് ഇതിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ജനപങ്കാളിത്തമാണ്. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാ, ജനങ്ങൾ തടിച്ചുകൂടുകയാ, പ്രതിപക്ഷ നേതാവിനെ അവർ തോളിലേറ്റി സ്വീകരിക്കുകയാ, മുദ്രാവാക്യം വിളിക്കുകയാ. ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദന് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. കാരണം എന്താ, ഗോവിന്ദൻ പോകുന്നിടത്തൊക്കെ ഒഴിഞ്ഞ കസേരകളേ ഉള്ളൂ. ഇവിടെ സതീശൻ പോകുന്നിടത്ത് സംസാരിക്കാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും പറഞ്ഞ് ഗോവിന്ദൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഗോവിന്ദൻ ഓട്ടക്കയ്യുമായിട്ട് വന്നിട്ടാണ് ജനങ്ങളെ കാണിക്കുന്നത്. കാരണം എന്താ, 10 വർഷം പിണറായി വിജയൻ, ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ 10 വർഷം ഇരുന്നിട്ട് ഓട്ടക്കൈയാണ് ഗോവിന്ദന് ബാക്കിയുള്ളത്. ആ ഗോവിന്ദൻ എന്ത് പറഞ്ഞു? കിണറേലുവിനെ വിളിച്ചു. എവിടെ? AKG സെൻറ്ററിൽ കിണറേലു ഇരിക്കുന്നുണ്ട്. കിണറേലുവിനെ വിളിച്ചു. കിണറേലുവിനെ വിളിച്ചിട്ട് എന്താ ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ കിണറേലു എന്താക്കി, തൻ്റെ പഴയ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, പുതുയുഗ യാത്രയിൽ എവിടെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണം. സമാധാനമായല്ലോ. അതാണ് നമ്മൾ കുറ്റ്യാടിയിൽ ഇപ്പോൾ സംഭവിച്ചു എന്ന് മാപ്രകൾ പറയുന്ന കാര്യം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭയമാണ്, വല്ലാത്ത ഭയം. ഷാഫിയെ ഭയക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. ഷാഫി വടകരയിൽ മത്സരിക്കാൻ വന്നിറങ്ങിയ അന്ന് മുതൽ ഈ ഭയം തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഭയമാണ് ഷാഫിക്കെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പോലും ഉണ്ടാക്കാൻ KK ശൈലജയെ പോലെയുള്ള ഭൂലോക ഫ്രോഡുകളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്.
ഇപ്പം ഇത് അവിടെയൊന്നും തീരുന്നില്ല. വടകരയുടെ മണ്ണിൽ എന്ന് പറഞ്ഞാൽ ഷാഫി വന്നത് മുതൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന്, ഒരു മുന്നണിക്ക്, ആ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോ പോരാഞ്ഞിട്ട് ഒരു വികസന മുന്നേറ്റ യാത്ര നടത്തുകയാ. ആര്? അങ്ങ് മലബാറില് ആര്? ഗോവിന്ദൻ. ഇങ്ങോട്ടിറങ്ങിയ ബിനോയ് വിശ്വം. കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജോസ് കെ മാണി, കൂട്ടത്തിൽ കെ ശൈലജ. അങ്ങനെ ഒരു മുന്നണി വലിയ ജനമുന്നേറ്റ യാത്രയൊക്കെ നടത്തിയിട്ട്, വികസന മുന്നേറ്റ യാത്രയൊക്കെ നടത്തിയിട്ട് ഒരു മനുഷ്യനെ കാണാനില്ല, ഒരാളെയും കിട്ടാനില്ല. വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരു എന്താ പറയേണ്ടത്, ഇങ്ങനെയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുക. അപ്പോ 10 വർഷം ഭരിച്ചിട്ടും കയ്യിലൊന്നും ഇല്ല. ഓട്ടക്കൈയുമായിട്ട് ജനങ്ങളെ ചെന്ന് അഭിവാദ്യം ചെയ്യേണ്ട ഒരു ഗതികേട്. ആ ഗതികേടിൽ നിൽക്കുമ്പോൾ ഇത്തരം ഉടായിപ്പ് പരിപാടികൾ ഇറക്കുകയാണ് എൻ്റെ ഇടയിലൂടെ. ബംഗാളികളെ വിളിച്ചു കൊണ്ടുവന്ന് പരിപാടി നടത്താന്ന് വിചാരിച്ചു നോക്കുമ്പോ അത് ഫസ്റ്റിലെ പാളിപ്പോയി. എന്നാൽ ഈ പൊട്ടന്മാർ ആ വീഡിയോ എടുത്ത് പുറത്തു വിടാതിരിക്കണ്ടേ? പൊട്ടന്മാർ അത് വീഡിയോ ആക്കി പുറത്തു വിട്ട് ചെയ്യുന്നതൊക്കെ അബദ്ധം, ചെയ്തതും ചെയ്യുന്നതും അബദ്ധം, വീഴ്ചകള്, തോൽവികള്, ദുരന്തം, ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോ. അപ്പോ ഇനി എന്താ വഴി? ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുക. എവിടെ? UDF ക്യാമ്പില്, കോൺഗ്രസില് എന്തെങ്കിലും പ്രശ്നമുണ്ട്. നീരസം, വാക്കാണ് ഭയങ്കര രസം. നീരസം, ഷാഫിക്ക് നീരസം. ഇതെന്താടോ? നട്ടുച്ചക്ക് തലയിൽ എണ്ണിട്ട് പോയി പുറത്ത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നീരിറങ്ങും. അതാണോ നീരസം? ഷാഫി പറമ്പിൽ പ്രസംഗിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ പുതിയുഗ യാത്രയോടൊപ്പം തന്നെയുണ്ട്. എല്ലാ വേദികളിലും താരം ഷാഫിയാണ്, VD സതീശനാണ്. എന്നിട്ടും പറയാ ഷാഫിക്ക് നീരസം. എന്തൊരു അവസ്ഥ നോക്ക്. ഇത് വല്ലാത്തൊരു ഗതികേടാണ്. കാരണം 10 വർഷം ഭരിച്ചിട്ടൊന്നുമില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. പാത്രം കഴുകിക്കൊടുത്തു നോക്കി, നോ വേ, ഒരു രക്ഷയില്ല. ഒന്നുകൊണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കാനുള്ള വഴി കാണുന്നില്ല. ഇനി എന്താ പരിപാടി? കുത്തിത്തിരിപ്പ്, കുതന്ത്രം. ഇല്ല, അവര് തമ്മിലടിയ, അവിടേക്ക് സൈബർ അടിമകള് സ്ക്രീൻഷോട്ട് ഇടുന്നു. അയ്യോ ഷാഫി പറമ്പിൽ നീരസം. എന്തൊക്കെയാണ് കാണേണ്ടത്? എവിടെ വരെ എത്തി നിൽക്കുന്നു? 10 വർഷം തുടർച്ചയായി 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടും ഒരു മുന്നണി കേരളം ഭരിച്ചിട്ടും ഞാൻ ആദ്യമായിട്ട് ഒരു കയ്യിൽ ഒന്നുമില്ലാതെ ഒരു ഓട്ടക്കൈയുമായി വന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. ഇങ്ങനെ ഒരു സാധാരണ എന്തൊരു സംരംഭമാകട്ടെ, എന്തൊരു കാര്യമാകട്ടെ, ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ 1-2 കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിൽ ഉണ്ടാകും. ഇത് ഒന്നുമില്ല, വട്ടപൂജ്യം. ആ വട്ടപൂജ്യമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആലോചിക്കുക, എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കിണറേലു തന്റെ സഖാക്കളെ വിളിക്കുന്നു. ഏത്? മാധ്യമ സഖാക്കളെ. ഇവിടെ പുതുയുഗ യാത്ര നടക്കുന്നുണ്ട്, വലിയ ജനപങ്കാളിത്തമാണ്, ജനങ്ങളെല്ലാം അവരുടെ കൂടെയാണ്. എന്ത് ചെയ്യണം? അതിൽ എന്തെങ്കിലും ഒരു നീരസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇപ്പൊ കാസർഗോഡ് മുതൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുകയായിരുന്നു. കുറ്റ്യാടി എത്തിയപ്പോ കിട്ടി ഷാഫി പറമ്പിൽ നീരസം. അരെ വാ, എന്താ തലക്കെട്ടുകള്! എടോ ചങ്ങായിമാരെ, നിങ്ങൾ എന്തീ പറയണേ? അവിടെ സമയത്തിന്റെ പരിമിതി കുറവ് കാരണം, അതോടൊപ്പം തന്നെ വടകരയിൽ പരിപാടിക്ക് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അവിടെ ആളുകളും സ്റ്റേജും വേദിയും ഒക്കെ റെഡിയായി നിൽക്കുക. കുറ്റ്യാടിയിലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം വടകര വരെ ഓടിയെത്താൻ. എന്നിട്ട് അവിടുത്തെ പരിപാടി. അങ്ങനെ ഈ പറയുന്ന സമയം കൊണ്ട് അത് കവർ ചെയ്യണം. അപ്പൊ ഷാഫി വിചാരിച്ച് കുറ്റ്യാടിയിലല്ലേ, എന്റെ സ്വന്തം തട്ടകത്തിലല്ലേ, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും വേണ്ടില്ല. അപ്പോഴേക്കും നീരസം. പക്ഷെ ഷാഫിയെ അങ്ങനെ വിടാൻ പറ്റുമോ? ഇല്ല. പ്രവർത്തകര് സദസ്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആരവം മുഴക്കുക ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഷാഫി ഒരു വാക്കെങ്കിലും പറയണ്ടേ? പറയണം. അപ്പോ DC സെക്രട്ടറി പ്രമോദേട്ടൻ എന്താക്കി? അങ്ങനെ വിടാൻ പറ്റൂല, ഷാഫിനെ പിടിച്ചു നിർത്തി, 2 വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി, 2 വാക്ക്, കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും തലക്കെട്ടുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. നീരസം. ഇത് നമ്മൾ ഒരു തവണ കണ്ടതാ. എപ്പോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നു.
അവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക. വേദിയില് രാഹുൽ മാങ്കൂട്ടമുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, വി ഡി സതീശനുണ്ട്, കെ സുധാകരനുണ്ട്. അന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനാ. അപ്പോ ആ സമയത്ത് മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ട് എന്താണ്? ഷാഫി പറമ്പിൽ താക്കീത്. സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പിനെ നയിക്കരുത്. ഷാഫി പറമ്പിലിന് KPCC പ്രസിഡന്റിന്റെ താക്കീത്. ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അത് അന്ന് തന്നെ ഷാഫി പറമ്പിൽ അടക്കി പൊളിച്ച് ഇവരുടെ കയ്യിൽ കൊടുത്തതാ. അപ്പോ ഇടക്കിടക്ക് ഷാഫി പറമ്പിലിന് നീരസം, ഷാഫി പറമ്പിലിന് താക്കീത്, ഷാഫി പറമ്പിലിന് സമയം കൊടുത്തില്ല. എത്രമാത്രം ഭയമുണ്ടെന്ന് നോക്കണം നിങ്ങൾ. എവിടെ നിന്ന് ഈ ഭയം എത്രമാത്രം ഭയപ്പെടുന്നു ഇവര്? ആ ഭയം തന്നെയാണ് ഇപ്പോ പല തലക്കെട്ടുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.